പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനോ അതിൻ്റെ കൺട്രോളറോ സെക്രട്ടറിയോ ഒന്നും രാജിവെച്ചിട്ടില്ല. യൂണിവേഴ്സിറ്റികളുടെ ചോദ്യക്കടലാസുകൾ ചോരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷനോ രജിസ്ട്രാറോ അല്ലെങ്കിൽ മറ്റേ വൈസ് ചാൻസലറോ PVCയോ ഒന്നും അതിൻ്റെ പേരിൽ രാജിവെക്കുന്ന ഒരു രീതി ഇല്ല. കാരണം ഇവിടെ ഈ പ്രശ്നം കണ്ടെത്തുന്നത് തന്നെ NTA ആണ്, കേന്ദ്ര സർക്കാരാണ് സമ്മതിച്ചേ ചോർന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അതിന് ഉടനടി തന്നെ പരിഹാരവും കണ്ടെത്തി കേസെടുത്തു, കൃത്യമായിട്ട് പ്രതികളെ എല്ലാം. അല്ല, അതിനകത്ത് ഒരു കാര്യം ഉണ്ടായിരുന്നു, കേസെടുത്ത് കൃത്യമായതെല്ലാം. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ട വേറെ ചില നടപടികൾ എടുത്തില്ല. കാരണം അതിൻ്റെ ഡയറക്റ്റ് ഉത്തരവാദികളായിരുന്ന കുറച്ച് പേരുണ്ട്. അതാരാണെന്ന് വെച്ചാൽ NTA അധിപന്മാരാണ്, അതിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ആ NTA ഡയറക്ടറോ അതിൻ്റെ ചെയർമാനോ ആരാണെന്ന് വെച്ചാൽ അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സംഗതി ഉണ്ടായിരുന്നു. അത് ആദ്യം ചെയ്തിട്ടില്ല എന്നൊരു സംഗതി ഉണ്ട്, ഒരു വീഴ്ച വേണമെങ്കിൽ പറയാം.